ഹലോ എവ്രി വൺ. കുവൈറ്റിൽ ഒരു മാസം ജീവിക്കാൻ എത്ര KD ആകുമെന്ന് ചോദിച്ചുകൊണ്ട് ചിലരൊക്കെ മെയിൽ ചെയ്യാറുണ്ട്. ഒരാൾ ചോദിച്ചിരിക്കുകയാണ്, 1000 KD ആകുമോ കുവൈറ്റിൽ ഒരു മാസം ജീവിക്കാനായിട്ട് എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, 1000 KD എന്ന് പറയുന്നത് വളരെ വലിയൊരു തുകയാണ്. അത്രയൊന്നും ആവശ്യമില്ല. നമ്മൾ എങ്ങനെ ജീവിക്കും, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചിലവാക്കുന്നത് എന്നുള്ളതിനനുസരിച്ചാണ് നമ്മളുടെ ഒരു മാസത്തെ ചിലവ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പക്ഷേ 1000 KD എന്ന് പറഞ്ഞാൽ 1000 KD ഒക്കെ സാലറി എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു സാലറിയാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു മാസം നമ്മൾ 1000 KD കുവൈറ്റിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയൊന്നും കാണുകയില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എങ്കിലും ഒരു കുടുംബമായിട്ടൊക്കെ കൂടെ താമസിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അതിൽ വേരിയേഷനൊക്കെ വരാം. 1000 KD എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഒരു വലിയ വില്ലയിലോ അല്ലെങ്കിൽ ഒരു 500 KD 600 KD ഒക്കെ റെൻറ്റ് കൊടുത്ത് താമസിക്കുന്ന ആളുകൾക്കൊക്കെ വരുന്നൊരു ചിലവാണ്. പക്ഷേ ഒരു ആവറേജ് ഇപ്പോൾ MOHൽ വരുന്ന നേഴ്സസിൻ്റെ സംശയമാണ് മിക്കവാറും അവർക്കിടെയാണ് കൂടുതലായിട്ട് സംശയങ്ങളുള്ളത്. അപ്പോൾ MOHൽ വരുന്ന നേഴ്സസിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 650 ആൻഡ് എബവ് സാലറി എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ ഹസ്ബൻഡും വൈഫും ഇവിടെ MOHൽ വരികയാണെങ്കിൽ അവർക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ടായിരിക്കും. പുറത്ത് താമസിക്കാനായിട്ട് 3 മന്ത്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഹൗസ് അലവൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു സാലറി കുവൈറ്റ് MOH പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ പുറത്ത് ഫാമിലി ആയിട്ട് ഇപ്പോൾ 2 കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുകയാണെങ്കിൽ എന്തുമാത്രം ചിലവ് വരും എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ ഞാൻ പറയാം. അപ്പോൾ കുവൈറ്റിൽ നമ്മൾക്കറിയാം, നമ്മൾക്കാർക്കും വീട് വാങ്ങാൻ പറ്റുകയില്ല. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ചിലവ് ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റെൻറ്റാണ്. അപ്പോൾ റെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള അക്കോമഡേഷൻ നമ്മൾക്കുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ സ്റ്റുഡിയോ ഫ്ലാറ്റ് ഉണ്ട്. സ്റ്റുഡിയോ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ സിംഗിൾ റൂം വിത്ത് ഒരു കിച്ചൺ, ഒരു ടോയ്ലറ്റ്. ഇതാണ് സിംഗിൾ റൂം എന്ന് പറയുമ്പോൾ വലിയ ഹോളായിരിക്കും. അതിൻ്റെ അറ്റത്ത് നമ്മൾ അവിടെ തന്നെയാണ് എല്ലാ ബെഡും അങ്ങനത്തെ കാര്യം. ലിവിങ് റൂം, നമ്മുടെ നാട്ടിലെ ലിവിങ് റൂം എന്ന് പറയുന്ന പോലെ ഒരു കൺസെപ്റ്റാണുള്ളത്. പിന്നെ ഉള്ളത് സിംഗിൾ റൂം ഫ്ലാറ്റാണ് 1 BHK. അതിന് ഏകദേശം ഒരു 180 to 200 220 ഡിപ്പെൻസ് നമ്മൾ എവിടെയാണ് താമസിക്കുന്നതനുസരിച്ച്. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തൊക്കെ ഇതുപോലെ ഫ്ലാറ്റുകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ കുറച്ച് ദൂരെയാണ് നമ്മൾ മിക്കവാറും അക്കോമഡേഷനൊക്കെ എടുക്കാറ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് സിംഗിളായിട്ടാണല്ലോ മിക്കവാറും നേഴ്സസ് ആദ്യം വരിക. അപ്പോൾ അവരെല്ലാം ഹോസ്റ്റലിൽ നിന്ന് മാറിയതിന് ശേഷം സെപ്പറേറ്റ് ഒരു ഫ്ലാറ്റ് എടുത്ത് 1 or 2 നേഴ്സസ് അല്ലെങ്കിൽ 2 or 3 നേഴ്സസ് ഒന്നിച്ച് ഒരു ഫ്ലാറ്റ് എടുത്ത് അവർ താമസിക്കുന്നു. അപ്പോൾ നമ്മളുടെ സിംഗിൾ 1 BHK ഫ്ലാറ്റിൻ്റെ റെൻറ്റ് ഞാൻ പറഞ്ഞു. ഇനി പിന്നെ 2 BHK ഫ്ലാറ്റ് ഉണ്ട്. അതിപ്പോൾ നമുക്ക് അത് ഇതുപോലെ തന്നെ ലൊക്കാലിറ്റി അനുസരിച്ചിരിക്കും. പിന്നെ പഴയ ഫ്ലാറ്റ്, പുതിയ ഫ്ലാറ്റ്, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു 250 to 270 KD റെൻറ്റിൽ നമ്മൾക്ക് എടുക്കാം. 230 KDക്കും റെൻറ്റ് കിട്ടും നമ്മൾക്ക്. അപ്പോൾ ചില ഫ്ലാറ്റുകളിൽ അത് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കും. ചില ഫ്ലാറ്റുകളിലായിട്ട് നമ്മൾ സെപ്പറേറ്റ് അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ റെൻറ്റാണ് കുവൈറ്റിലെ നമ്മളുടെ ഒരു മേജർ ഒരു ചിലവ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നമ്മൾ ഒരു ഫ്ലാറ്റിലേക്ക് നമ്മൾ താമസിക്കാൻ തുടങ്ങുമ്പോൾ ഒരു പക്ഷേ അവിടുത്തെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമ്മൾക്ക് താമസിക്കാൻ തുടങ്ങുമ്പോൾ ആവശ്യമുള്ള നമ്മളുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, TV അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പർച്ചേസ് ചെയ്യണം. ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അതെല്ലാം നമ്മൾക്ക് ഉണ്ടെങ്കിൽ പോലും നമ്മൾ പുറത്തേക്ക് സ്വന്തമായിട്ട് താമസിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ ഈ വക ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ബെഡ്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കബോർഡ്, ബെഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾക്കത് ഏത് രീതിയിലുള്ള സാധനങ്ങളും നമ്മൾക്കൂടെ വാങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വില കൂടിയതോ ഫസ്റ്റ് ഹാൻഡ്, സെക്കൻഡ് ഹാൻഡ്, അങ്ങനെ എത്ര വേണമെങ്കിലും ഏത് രീതിയിലുള്ള വാങ്ങാനൊക്കെ നമ്മൾക്ക് പറ്റും. അതൊന്നും ഓർത്താലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്ത ഒരു മേജർ എക്സ്പെൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ മന്ത്ലി ഉള്ള ഗ്രോസറി, അതായത് അത് നമ്മൾ എന്ത് വാങ്ങുന്നു, എന്ത് കഴിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ചിലർക്കിപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ആൻഡ് അല്ലെങ്കിൽ നമ്മളുടെ നോൺ വെജൊക്കെ വാങ്ങാൻ ഒരു പക്ഷേ ഒരാഴ്ചയിലേക്ക് വാങ്ങുന്ന ഒരു ഇതാണെങ്കിൽ ഒരു 15 KD ഒക്കെ 15 to 20 KDയിൽ നിൽക്കും. അത് നമ്മൾ എന്ത് വാങ്ങുന്നതനുസരിച്ച് മാത്രമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ഒരു മാസത്തേക്ക് ഇപ്പോൾ വെജിറ്റബിൾസ് എല്ലാ ആഴ്ചയും വാങ്ങുകയാണെങ്കിൽ നമ്മൾ മറ്റു പല സാധനങ്ങളും മന്ത്ലി ആയിരിക്കും വാങ്ങുന്നത്. അത് പക്ഷേ ഒരു 40-50 KDയിലൊക്കെ നമ്മൾ എന്ത് വാങ്ങുന്നതനുസരിച്ച് അത് അത്രയും എക്സ്പെൻസ് ആവും. ഇപ്പോൾ 2 കുട്ടികളുള്ള ഒരു ഫാമിലിയുടെ കാര്യമാണ് ഞാനീ പറയുന്നത്, 2 or 3 പേരുള്ളത്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ എന്തായാലും അത്രയും എക്സ്പെൻസ് ഉണ്ടാവില്ല. ഗ്രാജുവലി നമ്മളുടെ എക്സ്പെൻസ് എന്തായാലും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അടുത്തതായിട്ട് നമ്മളുടെ ഒരു മെയിൻ എക്സ്പെൻസ് വരുന്നത് കുട്ടികളുടെ സ്കൂൾ ഫീസാണ്. അപ്പം കുട്ടികൾ പഠിക്കുന്ന സ്കൂൾ അനുസരിച്ച് സ്കൂൾ ഫീസിൽ ചെറിയൊരു വ്യത്യാസം വരും. ചില സ്കൂളുകളിൽ നല്ലതായിട്ടുള്ള ഫീസുണ്ട്. പക്ഷേ ഒരു ആവറേജ് സ്കൂളിലൊക്കെ നമ്മൾക്കൊരു
120 മുതലൊരു 150, 160 KD വരെ ഒരു 3 ടൈംസ് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ കുട്ടികൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു എന്നനുസരിച്ചാണ് ഫീസിൻ്റേതായിട്ടുള്ള ഇതൊക്കെ വരുന്നത്. പിന്നെ സ്കൂൾ ബുക്സ്, ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക് അതിനൊക്കെ വേണ്ടിയിട്ടും കുട്ടികളുടെ ക്ലാസ് അനുസരിച്ച് ഒരു ചിലപ്പോൾ 30 അല്ലെങ്കിൽ 35 ആ ഒരു റേഞ്ചിൽ, അത് പല സ്കൂളിലും പല വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു ആവറേജാണ്, ഒരു അപ്രോക്സിമേറ്റാണ് ഞാനീ പറയുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം മെയിനായിട്ടുള്ള 3 കാര്യങ്ങളുടെ എക്സ്പെൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മളുടെ കുട്ടികൾ ചെറുതാണെങ്കിൽ നമ്മളിനി അവരെ ബേബി സിറ്റിംഗ് എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ കുട്ടികളെ നോക്കാനായിട്ട് ആളുകളുണ്ടായിരിക്കും. അവിടെ ചിലപ്പോൾ ഒരു കുട്ടിക്ക് നമ്മൾ 40 KD അല്ലെങ്കിൽ 50 KD, അതും ഇതുപോലെ തന്നെ ഏരിയ അനുസരിച്ചും അതുപോലെ ഇവരുടെ അവൈലബിലിറ്റി അനുസരിച്ചൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ അത്രയൊക്കെ ആവും ഒരു കുട്ടിക്ക്. ഒരു പക്ഷേ ഫുഡ് നമ്മൾ കൊടുത്തു വിടേണ്ടതായിട്ട് വരും. ഇനി അതല്ല, നമ്മൾ വീട്ടിലൊരു മെയ്ഡിനെ നമ്മൾ ഡ്യൂട്ടി അനുസരിച്ച് നമ്മൾക്കൊരു മെയ്ഡിനെ നമുക്ക് ഹയർ ചെയ്യണമെങ്കിൽ അവർക്കും വേണം ഒരു 150 KD മിനിമം അവർക്ക് ഒരു ചിലവ്. പിന്നെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ചിലവെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വണ്ടിയൊന്നും വരുന്ന ഉടൻ തന്നെ കാണുകയില്ലല്ലോ. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ഫീസ് നമുക്ക് ചിലപ്പോൾ ഒരു പക്ഷേ 20 to 25 KD വരാം. ചില ദൂരസ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരുന്നതെങ്കിൽ 30 KD ഒക്കെ നമ്മൾ ഒരു പക്ഷേ പ്രൈവറ്റായിട്ട് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരാൾക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. കുട്ടികൾ സ്കൂളിൽ പോകുന്നത് ഇപ്പോൾ സ്കൂളിൻ്റെ അടുത്ത് നമുക്ക് ഫ്ലാറ്റ് കിട്ടും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അബ്ബാസിയിലൊക്കെ മിക്ക ആളുകളും താമസിക്കാനുള്ള കാരണം സ്കൂളിലേക്ക് നടന്നു പോകാനുള്ള ഒരു സൗകര്യം കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കുട്ടികളുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരില്ല. പിന്നെ ഇതും നമ്മളുടെ ഒരു ചിലവിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത് വരും. ഇനിയുള്ളത്, നമ്മൾക്ക് ലോൺ നമ്മളെടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഇപ്പോൾ എല്ലാ ബാങ്കിലും ലോൺ കൊടുക്കുന്നില്ല, എന്നാൽ ബാങ്ക് ലോൺ കൊടുക്കുന്ന ചില ബാങ്കുകളുണ്ട്. അപ്പോൾ ആ ഒരു ബാങ്ക് ലോൺ നമ്മളുടെ സാലറിയുടെ ബേസിക് അനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് തീരുമാനിക്കാം എത്ര മന്ത്ലി നമ്മൾക്ക് കട്ടിങ് ചെയ്യണം എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ കാർ എടുക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു പേയ്മെൻറ്റും ഇൻസ്റ്റാൾമെൻറ്റും കാര്യങ്ങളൊക്കെ വരും. സാധാരണ ഒരു 250 260 KD ഒക്കെയാണ് സാധാരണ എല്ലാവരും മന്ത്ലി ലോൺ പേയ്മെൻറ്റൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ മെയിനായിട്ടും ഇത്രയുമൊക്കെയാണ് ഒരു ചിലവ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ആളുകളുടെ കുടുംബത്തെ അനുസരിച്ചും അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കുന്നതിനനുസരിച്ചും ഒക്കെ വേരി ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫും നേഴ്സസാണ്, MOHലാണെങ്കിൽ വളരെ ഡീസൻ്റായിട്ട് നല്ല രീതിയിൽ നല്ല ഫ്ലാറ്റിലും നല്ല രീതിയിൽ നല്ല വണ്ടിയും ഒക്കെ വാങ്ങി നന്നായിട്ട് ഇവിടെ ജീവിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് 1000 KD എന്തായാലും ഇവിടെ ചിലവാകാൻ പോകുന്നില്ല. നമ്മളൊരു ആവറേജ് അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ജീവിച്ചാൽ പോലും നമ്മൾക്ക് 1000 KD ഒന്നും ഒരു മാസം ചിലവാവുകയില്ല. പിന്നെ നമുക്ക് നാട്ടിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ പോകാൻ ടിക്കറ്റൊന്നും MOH തരുന്നില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ടിക്കറ്റ് ഫെയറൊക്കെ ആവും. പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും നമ്മൾക്ക് സീസൺ അനുസരിച്ചാണ് ടിക്കറ്റിൻ്റെ ഫെയറൊക്കെ വളരെ റീസണബിൾ ആയിട്ടുള്ള ഫെയർ കിട്ടുന്ന സമയങ്ങളുണ്ട്. അതൊക്കെ അനുസരിച്ച് നമുക്ക് പോകാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനൊരുപാട് പൈസയൊന്നും ആവത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ്. ഇനി എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയോ എന്ന് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇപ്പോൾ നമ്മൾക്ക് കുവൈറ്റിലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടാക്സ് ഇല്ല. നമ്മളിപ്പോൾ 600 KDക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ 600 KD നമ്മൾക്ക് എടുക്കാൻ പറ്റും. മറ്റ് രാജ്യങ്ങളിൽ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ MOHൽ വർക്ക് ചെയ്യുന്ന 2 പേര് MOHലാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കടങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വീട്ടാൻ പറ്റും. അതുമാത്രമല്ല, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ഒരു പൈസ പോലും സർവീസ് ചാർജ് കൊടുക്കാതെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ വലിയൊരു ബാധ്യതയൊന്നും ഇല്ലാതെയായിരിക്കും ആളുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പണം നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി പൈസ സേവ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു വളരെ നല്ല ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത് ഏതായാലും ദൈവത്തിന് നന്ദി. ചില ആളുകളുടെയെങ്കിലും പ്രാർത്ഥന കൊണ്ടായിരിക്കാം അവർക്ക് കുവൈറ്റിലേക്ക് വരാനായിട്ട് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴും ഞാൻ കുവൈറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇനി കുവൈറ്റിൽ നിന്ന് പോയ ആളുകൾക്ക് കുവൈറ്റിനെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ടായിരിക്കാം. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ കുവൈറ്റ് ജീവിക്കാൻ വളരെ എളുപ്പമുള്ള, വളരെ ഈസി ലൈഫായിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്നത് കൊണ്ട് വിഷമിച്ച് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. മറ്റ് പ്രൈവറ്റ് കമ്പനികളിലെ പോലെ ഇവിടെ അവർ നമ്മൾക്ക് കോൺട്രാക്റ്റ് അങ്ങനെയൊന്നും വെക്കുകയൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ളൊരു അറിവ്. മുന്നോട്ട് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും വരുന്നവരൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ സിംഗിളായിട്ട് ഒരു MOHൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരാൾ മാത്രമാണ് MOHൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം പൈസയൊക്കെ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത്രയും എക്സ്പെൻസസ് ഒക്കെ ഉണ്ട് എങ്കിലും അത് നമ്മളെങ്ങനെയാണ് ഇനീഷ്യൽ ഡേയ്സിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്.